ലെമൺ ഡേറ്റ്സ് പിക്കിളാണ് കേട്ടോ നമ്മൾ ഇന്ന് തയ്യാറാക്കുന്നത്. ചെറുനാരങ്ങ കഴുകി ഇഡ്ഡലി പാത്രത്തിലോ സ്റ്റീമറിലോ വെച്ച് നാരങ്ങയുടെ തൊലി സോഫ്റ്റ് ആവുന്നവരെ ആവി കയറ്റിയതിന് ശേഷം 4 ആക്കി കട്ട് ചെയ്യാം. നാരങ്ങയിൽ നിന്ന് കുരുവൊക്കെ മാറ്റി 3 ടേബിൾ സ്പൂൺ കല്ലുപ്പ് ചെറുനാരങ്ങയിലേക്ക് ഇട്ട് മിക്സ് ചെയ്യാം. 1 കിലോ ചെറുനാരങ്ങയാണ് എടുത്തിരിക്കുന്നത്. അടുത്തതായി 30 ഡേറ്റ്സ് കുരുവൊക്കെ കളഞ്ഞ് 2 ആക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു ചട്ടി ചൂടാക്കി അതിലേക്ക് നല്ലെണ്ണ ഒഴിച്ച് ചൂടായി വരുമ്പോൾ 1 ടീസ്പൂൺ കടുക് ചേർത്ത് കടുക് പൊട്ടിയതിന് ശേഷം 1 ടേബിൾ സ്പൂൺ ഇഞ്ചി അരിഞ്ഞത് ചട്ടിയിലേക്ക് ഇട്ട് ഇളക്കി ഈ പാകമാകുമ്പോൾ 1/2 കപ്പ് വെളുത്തുള്ളി കട്ട് ചെയ്തതും ചേർത്ത് കൊടുത്ത് എണ്ണ കുറച്ചുകൂടി ഒഴിച്ച് വെളുത്തുള്ളി ചെറുതായിട്ട് വാടി വരുമ്പോൾ പച്ചമുളക് ചേർത്ത് കൊടുക്കാം. എല്ലാം മൊരിഞ്ഞ് ഈ പാകമാകുമ്പോൾ സ്റ്റവ് ഓഫ് ചെയ്യാം. ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം. എണ്ണയുടെ ചൂടിൽ കിടന്ന് ഒന്നുകൂടി മൊരിഞ്ഞു വരും. വറവ് കൂടിയാൽ എണ്ണയിൽ നിന്നും കോരിമാറ്റം മറക്കരുത് കേട്ടോ. എണ്ണയുടെ ചൂട് കുറഞ്ഞതിന് ശേഷം 2 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടി, 3 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇതെല്ലാം ചട്ടിയിലേക്ക് ഇട്ട് സ്റ്റവ് ഓൺ ചെയ്ത് പൊടികൾ മൂത്ത് വരുമ്പോൾ 1 ടീസ്പൂൺ ഉലുവ വറുത്ത് പൊടിച്ചത്, വിനാഗിരി ഇതെല്ലാം ചേർത്തതിന് ശേഷം ഡേറ്റ്സ് ഇട്ട് കൊടുക്കാം. 1 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് നന്നായി തിളപ്പിച്ച് ഡേറ്റ്സ് വെന്ത് വരുമ്പോൾ 1/2 ടീസ്പൂൺ കായത്തിന്റെ പൊടി കൂടി ചേർത്ത് സ്റ്റവ് ഓഫ് ചെയ്യാം. ഇനി ഈ മസാല നന്നായി തണുത്തതിന് ശേഷം ചെറുനാരങ്ങ ചേർത്ത് മിക്സ് ചെയ്യാം. ഉപ്പ് നോക്കി കുറവുണ്ടെങ്കിൽ ഉപ്പും 1 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് മിക്സ് ചെയ്യണം. ലെമൺ ഡേറ്റ്സ് പിക്കിൾ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കൂട്ടോ. അച്ചാർ ബോട്ടിലേക്ക് മാറ്റിയാൽ ബോട്ടിലിന് മുകളിൽ എണ്ണ തെളിഞ്ഞു നിൽക്കണം. ഇല്ലെങ്കിൽ കുറച്ച് എണ്ണ ചൂടാക്കി തണുത്തതിന് ശേഷം അച്ചാറിന്റെ മുകളിൽ ഒഴിച്ചാൽ മതി കേട്ടോ.